കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. അക്രമി സംഘം റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. സംഘത്തിലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ അതിക്രമത്തിന് കാരണം? ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത്താണിക്കൽ വെച്ച് ബൈക്ക് ആക്സിഡന്റ് ആവുകയും ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ കടലുണ്ടിയിലെ TMH ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരുന്നത്. ഈ അപകടത്തിൽപ്പെട്ടയാളും അതുപോലെ തന്നെ കൊണ്ടുവന്ന ആളുകളും ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് എത്തിയത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചയാൾ അൻസിലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ അൻസിലിന് ഗുരുതരമായി തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗുരുതരമായ പരിക്കായതിനാൽ തന്നെയാണ് ഈ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ പരിശോധനയ്ക്ക് മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വിദഗ്ധമായ പരിശോധനയ്ക്കായി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. പക്ഷേ ഈ റെഫർ ചെയ്തത് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതേ തുടർന്നാണ് ഈ ആശുപത്രിയിലെ റിസപ്ഷനും അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റ് ക്ലീനിങ് സ്റ്റാഫുകളെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ മർദ്ദനത്തിൽ ഈ ക്ലീനിങ് സ്റ്റാഫിനും അതുപോലെ തന്നെ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്കെല്ലാം തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മറ്റൊരു ഓട്ടോയിലായിരുന്നു. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുന്ന ഘട്ടത്തിലേക്കും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ ഉടനെ തന്നെ ആശുപത്രി അധികൃതർ പരാതി നൽകുകയായിരുന്നു. ഈ ആശുപത്രി അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘത്തിലെ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും കൂട്ടത്തിലുണ്ടായിരുന്ന ഉബൈദ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിലൊരു വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കാരണം ഈ ആശുപത്രിയിലേക്ക് വിദഗ്ധമായ പരിശോധനയ്ക്ക് ഈ അൻസിലിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധമായ പരിശോധനയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. ഇതാണ് ഉബൈദിനെ ചൊടിപ്പിച്ചതും ഇതാണ് ഉബൈദിനെ ചോദ്യം ചെയ്യിപ്പിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഉബൈദ് മറ്റുള്ളവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉബൈദിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും ഇയാൾക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളതും. ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ ഇന്ന് ഈ ഉബൈദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും.